നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത്. കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരനെന്നും കോടതി വിധിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസ് സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരുന്നത്. ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റമുക്തനാക്കാൻ കാരണം. ഇപ്പോഴിതാ നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കെതിരെയുള്ള കോടതി വിധി വന്നിരിക്കുകയാണ്. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ്. പ്രതികളുടെ പ്രായം പരിഗണിച്ചാണ് കോടതിയുടെ ഈ വിധി. പ്രതികൾ 50,000 രൂപ പിഴ ഒടുക്കണമെന്നും കോടതി വിധിച്ചു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇല്ല എന്നും കോടതി വിധിയിൽ പറയുന്നു. 8 വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നത്. ദിലീപ് കേസിൽ കുറ്റമുക്തനാണെന്ന് കോടതി വിധി എഴുതി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി. 1ാം പ്രതിയായ പൾസ് സുനിക്കുള്ള ശിക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സുനിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. പ്രതികൾ ഇതിനിടെ കോടതിയോട് ഇളവ് ചോദിച്ചു. അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂവെന്നും അമ്മയുടെ സംരക്ഷണം തനിക്കാണെന്നും പൾസ് സുനി കോടതിയോട് പറഞ്ഞു. കോടതിയുടെ മുന്നിൽ 2ാം പ്രതി മാർട്ടിൻ പൊട്ടിക്കരയുകയും ചെയ്തു. തന്റെ 20ാം വയസ്സിൽ കുറ്റകൃത്യങ്ങൾ തൊഴിലാക്കിയ ആളാണ് സുനി. ലഹരി, മോഷണം, കവർച്ച, കള്ളപ്പണം വെളുപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി കൂടിയാണ്. മാത്രമല്ല, ഇയാളെ പോലീസ് നിരവധി തവണ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നടിയുടെ മാത്രമല്ല മറ്റ് സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങളും ഇയാൾ ഫോണിലെ മെമ്മറി കാർഡിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു അത്രേ. ശിക്ഷാവിധി സംബന്ധിച്ച് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു കോടതി പ്രതികളോട് ഓരോരുത്തരോടുമായി പറഞ്ഞത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പൾസ് സുനി പറഞ്ഞത്. കേസിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും അസുഖബാധിതരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു 2ാം പ്രതി മാർട്ടിൻ ആന്റണി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. 5.5 കൊല്ലം ജയിലിൽ കഴിഞ്ഞെന്നും ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്നും മാർട്ടിൻ കോടതിയോട് പറഞ്ഞു. ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂവെന്നും മനസ്സറിഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു 3ാം പ്രതി ബി മണികണ്ഠൻ കോടതിയിൽ പറഞ്ഞത്. ജയിൽ ശിക്ഷ ഒഴിവാക്കി നൽകണമെന്നും മണികണ്ഠൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു 4ാം പ്രതി വിജീഷ് കോടതിയോട് അഭ്യർത്ഥിച്ചത്. കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും വിജീഷ് ആവശ്യപ്പെടുകയുണ്ടായി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു 5ാം പ്രതി വഴിമ്പാൾ സലീം കോടതിയിൽ പറഞ്ഞത്. ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞിന്റെയും ഏകാശ്രയം താനാണെന്നും സലീം കോടതിയിൽ പറഞ്ഞു. കുടുംബത്തിന്റെ ഏകാശ്രയം താനാണെന്നായിരുന്നു 6ാം പ്രതി പ്രദീപ് കോടതിയിൽ പറഞ്ഞത്. പ്രദീപും കോടതിയിൽ പൊട്ടിക്കരയുകയും ചെയ്തു. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം നേടാനാണ് ശ്രമിച്ചത്. പ്രതികളോട് സംസാരിച്ചതിനു ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. യഥാർത്ഥ കുറ്റവാളി പൾസ് സുനിയാണ്. മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു. പൾസ് സുനി മറ്റുള്ളവരെ പോലെയല്ല. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണിത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ പാസ്പോർട്ട് സ്ഥിരമായി വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടൻ ദിലീപ്. തുടർന്ന് കോടതിയിൽ അപേക്ഷയും നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് ദിലീപ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിന് ജാമ്യം ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നത്. നിലവിൽ ഇത് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയുടെ കസ്റ്റഡിയിലാണ്. എന്നാൽ ദിലീപിന് പാസ്പോർട്ട് വിട്ടു നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് തങ്ങളെന്നും അതിനാൽ പാസ്പോർട്ട് വിട്ടു നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പാസ്പോർട്ട് വിട്ടു നൽകണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നേരത്തെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യരുതെന്ന വിചാരണ കോടതി ജഡ്ജി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹണിയം വർഗീസിന്റെ ഭൂതകാലം അന്വേഷിച്ചുകൊള്ളൂ, എന്നാൽ കോടതി നടപടികൾ ബുദ്ധിമുട്ടിച്ചാൽ കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ചു. കേസിന്റെ കോടതി നടപടികളെക്കുറിച്ച് വളച്ചൊടിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണിയം വർഗീസ് മാധ്യമങ്ങൾക്ക്, അഭിഭാഷകർക്കും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്ന കേസിൽ ഡിസംബർ 8-നാണ് വിധി പ്രഖ്യാപിച്ചത്. ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കുകയും 1ാം പ്രതിയായ പൾസ് സുനി ഉൾപ്പെടെ മറ്റ് 6 പേരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് 6 പ്രതികളുടെ ശിക്ഷാവിധി പറയും മുമ്പാണ് ജഡ്ജി മുന്നറിയിപ്പ് നൽകിയത്. കോടതിയെ മോശമായി ചിത്രീകരിക്കുന്നത് കോടതി അലക്ഷ്യ നടപടികൾക്ക് കാരണമാകുമെന്ന് ജഡ്ജി വ്യക്തമാക്കി. തന്നെക്കുറിച്ച് വ്യക്തിപരമായി വരുന്ന ലേഖനങ്ങളിൽ തനിക്ക് പ്രശ്നമില്ല. എന്നാൽ കോടതി നടപടികളെ വളച്ചൊടിച്ചുള്ള റിപ്പോർട്ടിംഗുകൾ ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്നും ജഡ്ജി പറഞ്ഞു. കോടതി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നത് കോടതി ലക്ഷ്യവുമായി കണക്കാക്കും.
കേസിന്റെ കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുകയോ മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജഡ്ജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി വ്യക്തമാക്കി. വ്യക്തി അധിക്ഷേപവും നുണപ്രചരിക്കലും ഉണ്ടാകുന്നുവെന്നും അഭിഭാഷക മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വക്കാലത്ത് അവസാനിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും ടി.ബി. മിനി വ്യക്തമാക്കി. പച്ചക്കള്ളം പറഞ്ഞുള്ള സൈബർ അധിക്ഷേപമാണ് നടക്കുന്നതെന്നും അഭിഭാഷക കൂട്ടിച്ചേർത്തു. ഇത്രയും വർഷം ഒറ്റയ്ക്ക് നിന്നാണ് കേസിന് വേണ്ടി പൊരുത്തിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങൾ സഹായിച്ചില്ലെന്ന് പറയുന്നില്ല, എന്നാൽ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെന്നും ടി.ബി. മിനി പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ യൂട്യൂബേഴ്സിനെയും കയ്യിലെടുത്ത് വ്യക്തിപരമായി മനസ്സാവാച അറിയാത്ത കാര്യത്തിന് തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അഭിഭാഷക പറഞ്ഞു. കേസിൽ നിന്നും കുറ്റമുക്തനാക്കി പുറത്തിറങ്ങിയതിന് പിന്നാലെ നിരവധി ആരോപണങ്ങൾ ദിലീപ് നടത്തിയിരുന്നു. തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണെന്നും നടൻ ദിലീപ് പറഞ്ഞു. കോടതി വിധിക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു നടൻ. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നതായും ദിലീപ് പറഞ്ഞു. ദിലീപിനെ കുറ്റമുക്തനാക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച പലരും രംഗത്തെത്തിയിരുന്നു. ദിലീപിനെ വിമർശിക്കുന്നവർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരും. വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യം വ്യക്തമാകൂയെന്നും അതുവരെ പ്രതികരിക്കാനാകില്ലെന്നും ഒരു വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ദിലീപിനെ അനുകൂലിക്കുന്നവരെല്ലാം അന്വേഷണ സംഘത്തിനെതിരെ തിരിഞ്ഞു. അന്വേഷണ സംഘം കള്ളത്തെളിവ് ഉണ്ടാക്കിയെന്നും അങ്ങനെ ദിലീപിനെ കൊടുക്കുകയായിരുന്നുവെന്നും സമൂഹമാധ്യമങ്ങളിൽ ആരോപണങ്ങൾ നിറഞ്ഞു. ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് ഫെഫ്കെ പ്രഖ്യാപിച്ചതോടെ അവിടെയും പ്രശ്നങ്ങൾ. സംഘടനയിൽ നിന്നും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. ദിലീപിനെ എതിർക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം വിചാരണ കോടതിയായിരുന്നു. വിചാരണ കോടതിക്കെതിരെ അതിജീവിതയുടെ അഭിഭാഷകയടക്കം രംഗത്തെത്തി. വിചാരണ നീതിപൂർവ്വമായിരുന്നില്ല എന്നാണ് ഇവരുടെ നിലപാട്. അതേസമയം 8ാം പ്രതി ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിചാരണ കോടതി വിധി ചോർന്നതായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി രംഗത്തെത്തിയിരുന്നു. കേസിന്റെ വിധി വരുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് സംഘടനയ്ക്ക് ഊമക്കത്ത് ലഭിച്ചുവെന്നും കത്തിലെ വിവരങ്ങൾ വിധിയുമായി സാമ്യമുള്ളതാണെന്നും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. ഊമക്കത്തിന്റെ പകർപ്പ് അടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പരാതി. 1ാം പ്രതി പൾസസുനെ അടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കം വിധി പ്രഖ്യാപിക്കും മുമ്പ് ഊമക്കത്തായി ലഭിച്ചെന്നാണ് പരാതി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.